വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടർ പനീറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമില്ലേ അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 6 വെളുത്തുള്ളി, പിന്നെ ഒരു 4 എരിവില്ലാത്ത പച്ചമുളകാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. വല്ലാതൊരു ഗോൾഡ് കളർ ആവരുത്. ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ആഡ് ചെയ്തിട്ട് ഈ ടൊമാറ്റോസ് നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ടൊമാറ്റോസ് വെന്തുടഞ്ഞ് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ്ചർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി സെപ്പറേറ്റ് ആക്കി വെക്കാം. എന്നിട്ട് അത് നന്നായിട്ട് തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം അത് നല്ല ഫൈനായിട്ട് തന്നെ മിക്സിയിലിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, പിന്നെ 2 കറുകപ്പട്ട, പിന്നെ ഒരു 4 ഗ്രാമ്പുവാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത 2 മീഡിയം സൈസ് സവാളയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഒരു ചെറിയൊരു വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ സവാള ഇതേപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 3 ടീസ്പൂണാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളക് ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് എരിവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മസാലകളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ച ഉള്ളിയും തക്കാളിയുടെ പേസ്റ്റില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആ പേസ്റ്റ് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടണം. ഇത് മസാലയുടെ ഒരു പച്ചമണം മാറണം, അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല കളറൊക്കെ മാറി ഇത് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഏകദേശം 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഗ്രേവി നല്ല കുറുകി കിട്ടും കേട്ടോ. എന്നിട്ട് ആ കുറുകിയ ഗ്രേവിനെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമുക്ക് 1 കപ്പ് ഫ്രോസൺ പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ്സ് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ പട്ടാണിയെല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടെ ഒരു 400 ഗ്രാം പനീർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പനീർ പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നേരം ഇത് ബോയിൽ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 1 മിനിറ്റൊക്കെ നന്നായിട്ട് ബോയിലാക്കിയാൽ നമ്മുടെ പനീരൊക്കെ കുക്കായി കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ ഫ്രഷായിട്ട് മാറ്റി വെച്ച ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം അമൂലിൻ്റെ ക്രീമാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ ക്രീമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മട്ടർ പനീറിൻ്റെ ഗ്രേവി ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.